ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ ചെറിയൊരു വ്ളോഗ് ഉണ്ടല്ലോ. സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പീലി നേഴ്സറിയിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ അതിനെക്കാട്ടിലും മുന്നേ ഞാൻ എൻ്റെ എല്ലാ ജോലിയും നിർത്തിയിട്ടാണ് കേട്ടോ പോയി വിളിക്കുന്നത്. പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പുറകെ ആയിരിക്കും. അങ്ങനെ ഇതാ വൈകിട്ടത്തെ ചായ വച്ചിട്ടുണ്ട്. എനിക്ക് ചായ ഭയങ്കര നിർബന്ധം. രാവിലെയും വൈകിട്ട് കുടിക്കുന്നത്ര നല്ലതൊന്നുമല്ല, പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമാണ്. അങ്ങനെ അതാ പീലി വന്നപ്പോൾ കൊച്ചു ടി വി ഇട്ടുതരാൻ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്കല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നേരം കാണാൻ വേണ്ടി കൊച്ചു ടി വിയൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഒരു കപ്പ് നമ്മൾ പാലക്കാട് പോയപ്പോൾ വാങ്ങിയതാട്ടോ. ഇതിൻ്റെ സെയിം കപ്പിലാണ് ഞാൻ ചായ കുടിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചൂട് മാറും. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് വീണ് നില പൊട്ടി. അപ്പം വീണ്ടും പുതിയൊരു കപ്പ് ഉണ്ടായിരുന്നു, ഞാനത് എടുത്തു. നിങ്ങളിവിടെ കാണിക്കും ചോദിച്ചു, ജസ്റ്റ് ഒരു പ്രശ്നം അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കപ്പിലോട്ടൊക്കെ ഒഴിച്ചു ഇതാ കൊണ്ടുപോയി കുടിക്കാൻ പോവാണ്. പക്ഷേ ഈ ഒരു കപ്പിൽ ചായ ഇരുന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, പുതിയ കപ്പായതുകൊണ്ട് എനിക്ക് ഇത്രയും ഭംഗി. അങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് പൊട്ടിക്ക് ഇച്ചിരി പാടുപെട്ടു, പക്ഷെ പൊട്ടിച്ചു. അപ്പോൾ ആ സൗണ്ട് കേട്ടുകൊണ്ട് ആ പീലി വന്നിട്ടുണ്ട്. അവൾക്കും ബിസ്ക്കറ്റ് വേണം, എനിക്ക് 1 ബിസ്ക്കറ്റ് വേണം, 2 ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്കും അത് കൊടുത്തു, നമ്മൾ കഴിച്ചു. പിന്നെ ഒരു ക്ലിപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക്, അപ്പം അതിൻ്റെ കുറച്ച് തുന്നാനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ എന്തായാലും ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ക്ലിപ്പ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അങ്ങനെ പീലി മേലൊക്കെ കഴുകി കുളിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ പോകുമ്പോൾ നഴ്സറിയിൽ പോകുമ്പോൾ കുളിപ്പിച്ചിട്ടാണ് വിടാറ്. പിന്നെ ഞാനെന്താ കുളിച്ചിട്ട് വന്നു. പിന്നെ വിളക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ പറിച്ചു, വിളക്കിൽ വെച്ചു. വിളക്കൊക്കെ നമ്മൾ ഒരുക്കി സെറ്റാക്കി. പിന്നെ പീലിക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണമായിരുന്നു. മുട്ടയുടെ മഞ്ഞ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, പിന്നെ അവൾ കഴിക്കാറില്ല. ഈ മുട്ട 2 മുട്ടയൊന്നും അങ്ങനെ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് 2 പുഴുങ്ങാൻ വയ്ക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പക്ഷേ അന്ന് കഴിച്ചു കേട്ടോ, അവൾ അത്രയും കഴിച്ചു. പിന്നെ അത് വൈകിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ശരി, ടാറ്റാ.